ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡേ 6 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും പോലെ തന്നെ വർക്കൗട്ടിന് പോകാൻ റെഡിയായി ഞാനും ഇന്ദ്രനും കൂടി അങ്ങനെ ഗ്രൗണ്ടിലെത്തി. ഇന്നത്തെ വർക്കൗട്ട് ആയിട്ടൊന്നുമില്ല, സത്യം പറഞ്ഞാൽ വാമപ്പ് മാത്രമേ ഉള്ളൂ. വാമപ്പും സ്ട്രെച്ചിങ്ങും ജസ്റ്റ് കണ്ടിന്യൂസ് വാമപ്പും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് സ്ട്രൈഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് നേരെ വാമപ്പിലോട്ട് പോവാം. എല്ലാവരെയും കൂടെ പതിപോലെ തന്നെ വാമപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനും ഇന്ദ്രനും കൂടെ കുറച്ച് കണ്ടിന്യൂസ് ഓടി. അത് കഴിഞ്ഞിട്ട് നേരെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് ABCയും റണ്ണിങ് ഒക്കെയാണ്. ഈ കോമ്പറ്റീഷൻ പറഞ്ഞാൽ നാളെ രാവിലെയാണ്. അപ്പോൾ കോട്ടയത്ത് വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് വെച്ചാണ് ഈ കോമ്പറ്റീഷൻ എന്ന്. അപ്പം എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം, എനിക്ക് മാത്രമല്ല കോമ്പറ്റീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് 2 സ്ട്രൈഡ് ചെയ്തതിന് ശേഷം ഞാനും ഇന്ദ്രനും കൂടി കുറച്ച് പാർട്ട്ണർ സ്ട്രെച്ചിങ് ചെയ്യാമെന്ന് വിചാരിച്ച്. പാർട്ട്ണർ സ്ട്രെച്ചിങ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ പെയിൻ വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആൾക്കാർക്കും ഫ്ലെക്സിബിലിറ്റി ഓരോ റേഞ്ചിലായിരിക്കും. അതിന് മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ മസിൽ വലിയാൻ ചാൻസ് ഉണ്ട്. അപ്പം അവരുടെ റേഞ്ചിൽ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഞാൻ ഇന്ദ്രന് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അവൻ്റെ റേഞ്ച് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി കണ്ടും ചെയ്യുക. ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവും, അത് നോക്കുക. അപ്പോൾ ഇന്ദ്രനും എനിക്കിങ്ങനെ ചെയ്തു തരാറുണ്ട്. അതുകൊണ്ട് അവനും എൻ്റെ റേഞ്ച് അറിയാം, മസിൽ എത്ര ഫ്ലെക്സിബിൾ ആകുമെന്ന്. അതിന് മേളിൽ അവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയും അവിടെ ഹോൾഡ് ചെയ്ത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്താണ് എല്ലാ എക്സസൈസും ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇനി നമുക്ക് കോട്ടയത്ത് പോകാം. അങ്ങനെ കോട്ടയത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി. ഭരണങ്ങാനം പള്ളിയിൻ്റെ അവിടെ വെച്ചാണ് നമുക്ക് അക്കോമഡേഷൻ ഉള്ളത്. അങ്ങനെ ഞാനും അലക്സും കൂടി ബസ്സിൽ കയറി. ഞാനും അലക്സും മാത്രമല്ല, ബാക്കിയുള്ളവരും ഉണ്ട്. അങ്ങനെ ഭരണങ്ങാനം പള്ളിയുടെ അവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ. പള്ളിക്കുള്ളിൽ തന്നെയാണ്. ഇവിടെ നല്ല ഫുഡ് കിട്ടും. നമ്മൾ കപ്പ ബിരിയാണി കഴിച്ചായിരുന്നു, അടിപൊളി കപ്പ ബിരിയാണി. അതിനുശേഷം ഒരു കോഫിയും ഒരു പരമ്പുയും കഴിച്ച് അതിനുശേഷം ഒന്ന് മുടി വെട്ടാൻ വേണ്ടി താഴെ പോയി ഒന്ന് മുടി വെട്ടി ഒന്ന് ജസ്റ്റ് വൃത്തിയായി, സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിൽ വന്ന്, ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല അടിപൊളി റൂമാണ്. അത് കഴിഞ്ഞ് ഇനി നാളെയാണ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വിശേഷങ്ങളും ഷെയർ ചെയ്യാം. ബൈ.